എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ 29ാമത്തെ പാഠമാണ്. പ്രാർത്ഥന എന്തിന് എന്നാണ്. ഇതിനെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാത്ത വിധം വേണം നമ്മൾ അവതരിപ്പിക്കാൻ. കാരണം പ്രാർത്ഥിക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ഈ പറഞ്ഞ പോലെ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മള് ദ്വൈതത്തിൽ നിൽക്കുന്നിടത്തോളം കാലം, ഞാനും ഈശ്വരനും രണ്ടാണ് എന്ന് തോന്നുന്നിടത്തോളം കാലം, ഞാനും ഈശ്വരനും ഒന്നായാൽ അദ്വൈതം, പിന്നെ അവിടെ ഭക്തനോ ഭഗവാനോ ഭക്തിയോ വേറൊന്നില്ല, ത്രിപുടി മുടിഞ്ഞു. അതായത് 3 എന്നത് നിന്നു, 2 എന്ന തോന്നൽ നിന്നു, പിന്നെ ഒന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുൻപ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിലെത്താൻ നമ്മൾ എന്തെല്ലാം സാധനാ മാർഗങ്ങളാണോ സ്വീകരിക്കുന്നത്, അതിലൊന്നാണ് ഭക്തി. ഭഗവാനെ വേറെയായി കണ്ടുകൊണ്ട്, താനും ഭഗവാനും രണ്ടാണ് എന്ന ദ്വൈതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അർത്ഥിക്കാനുള്ളത് എന്താണ് എന്നാണ് ഇവിടെ ഗുരു പറയുന്നത്. അപ്പോ ഹരിയുടെ സംശയം ചോദിക്കുകയാണ്. ഹരി, എന്താണ് സംശയം എന്ന് ഗുരു ചോദിച്ചു. അപ്പോ ഉപനിഷത്തിലെ കഴിഞ്ഞ മന്ത്രത്തിൽ സത്യധർമ്മൻ ഒരു പ്രാർത്ഥന നടത്തുന്നതായി കണ്ടു. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ആചാരം. അതെന്തിനാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഗുരു പറയാണ്, അതായത് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞത്, ആ ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയെ. സത്യധർമ്മനായ എനിക്കായിക്കൊണ്ട് അങ്ങ് ഈ സത്യം അറിയിച്ചു തരണം. അങ്ങയുടെ ഈ സ്വർണം കൊണ്ട് മൂടിയിരിക്കുന്ന ഈ പാത്രത്തിന്റെ മൂടി ഒന്ന് തുറന്നു കാണിച്ചു തരണം എന്നായിരുന്നു. അപ്പോ ഇത് ചോദിക്കുകയാണ് ഹരി. അപ്പൊ പറഞ്ഞു, നമ്മുടെ ജീവിതത്തില് മതം നിർവഹിക്കുന്ന പങ്ക് എന്തെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തെ നോക്കി കണ്ടതാണ്. മനുഷ്യർക്കെല്ലാം അവരവരുടേതായ ആഗ്രഹങ്ങളാണുള്ളത്. ഈ ആഗ്രഹങ്ങൾ നിറവേറേണ്ടത് പ്രകൃതിയുടെ ഭാഗമായി നമ്മൾ ജീവിക്കുമ്പോഴുമാണ്. പ്രകൃതിക്കുമുണ്ട് അതിന്റേതായ ഇച്ഛ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന വ്യഷ്ടിയും സമഷ്ടിയുമാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു വ്യക്തി ജീവനായിട്ട് ഇവിടെ ജീവിക്കുമ്പോഴും ജീവിക്കുന്നത് പ്രകൃതിയിലാണ്, സമഷ്ടിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം പ്രകൃതിയുടെ ഇച്ഛയെ നമ്മൾ അന്വേഷിച്ചറിയണം. ഈശ്വര നിശ്ചയം, ഭഗവാന്റെ ഇച്ഛ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അതിന്മേൽ നമുക്ക് ഒരു നിയന്ത്രണവുമില്ല. അതുമായി ഇണങ്ങി ജീവിക്കാൻ ഈ മനുഷ്യന് സാധ്യമാകൂ. ഈ ദൈവനിശ്ചയമാകട്ടെ നമ്മുടെ ഇച്ഛകളെ കണക്കിലെടുക്കുന്നതായി കാണുന്നുമില്ല. ദൈവനിശ്ചയവുമായി നമ്മുടെ ആഗ്രഹങ്ങളെ ഇണക്കിയെടുത്ത് ജീവിക്കാൻ നമുക്ക് പ്രാപ്തി നൽകുകയാണ് മതങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മതങ്ങളുടെ അടിസ്ഥാനം എപ്പോഴും മനുഷ്യരുടെ നന്മയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ സത്യസാക്ഷാത്കാരമാണ്. എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നതും ഈ സത്യത്തിനെ കുറിച്ചാണ്. സത്യം എന്താണ് എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളിലും, എല്ലാ മതഗ്രന്ഥങ്ങളിലും വിവരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലക്ഷ്യം മറന്നുപോവുകയാണ്. ഇപ്പൊ ഏത് മതത്തിലും സത്യവിശ്വാസികളെ ഞാൻ വിളിക്കുക, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ സത്യത്തിലാണ് വിശ്വസിക്കേണ്ടത്, സത്യത്തിലാണ് അടിയുറച്ച് നമ്മള് അതിനെയാണ് ആധാരമാക്കിയിരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ഏത് സത്യമാണ്? ഈ ഉപനിഷത്ത് സത്യം തന്നെയാണ്. പക്ഷെ പലതിനെയും പല മതഗ്രന്ഥങ്ങളിലും സത്യത്തിനെ നിർവചിക്കുന്നില്ല. അത് കാരണം ആളുകളിൽ ഒരു അറിവില്ലായ്മയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഉപനിഷത്ത് സത്യം അറിയാൻ നമുക്കൊരു സാഹചര്യം വന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അറിയാനിടയായത്. അപ്പൊ ഇവിടെ പറഞ്ഞത്, അപ്പൊ ആഗ്രഹങ്ങളെ ഇണക്കിയെടുത്ത് ദൈവനിശ്ചയവുമായി ജീവിക്കാനുള്ള ആ ഒരു യഥാർത്ഥ ചാതുര്യം, അതാണ് വേണ്ടത് എന്നാണ്. ഒരു നിപുണത, അതാണ് മതങ്ങൾ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കുന്നു കരുതട്ടെ. അപ്പോൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ തോന്നുമോ? ദൈവത്തെപ്പറ്റി വിചാരിക്കാനെങ്കിലും തോന്നുമോ? ഗുരുവിന്റെ വലിയൊരു ചോദ്യമാണത്. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നാൽ പിന്നെ നമ്മൾ ചോദിക്കുന്ന പോലെ ഏത് നാരായണനെയാണ് ഭജിക്കുക ആളുകൾ? എങ്ങും ചെയ്യില്ല. അപ്പോ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ അല്ല എന്ന് നമ്മൾ കാണും. അതായത് ഇവിടെ ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, അതുപോലെ ആദി ദൈവിക ദുഃഖം, ഇത്രയുണ്ട്. അതാണ് നമ്മൾ താപത്രയങ്ങൾ എന്ന് പറയുന്നത്. അത് താപത്രയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറയുന്ന ശാന്തി മന്ത്രങ്ങളുടെ അവസാനം 3 പ്രാവശ്യം അത് ഉച്ചരിക്കുന്നത്. അപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് എന്തൊക്കെയാണ് ദുഃഖം? ആധ്യാത്മികമായ ദുഃഖം, അതായത് അവനവന്റെ ശരീരവും മനസ്സും കൊണ്ടുള്ള ദുഃഖം. അത് താൻ ഒരു പരിധിവരെ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാലും ശരീരത്തിന്റെ ജഡ സ്വഭാവം ഒന്നും നിയന്ത്രിക്കാനേ സാധ്യമല്ല. ആദി ഭൗതിക ദുഃഖം,
അതായത് ചുറ്റുപാടുകളിൽ നിന്നുമുള്ള ദുഃഖം, മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ബാക്കിയുള്ള ജീവികളിൽ മനുഷ്യരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ദുഃഖം. അത് കഴിഞ്ഞൊരു ദുഃഖം ദൈവീക ദുഃഖം. ദൈവീക ദുഃഖം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വരുന്നതാണ്. കൊടുങ്കാറ്റായിട്ടും അഗ്നിബാധയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ വരുന്ന, ഭൂമി കുലുക്കമായിട്ടും ഒക്കെ വരും. അപ്പൊ ഇതെല്ലാം നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും നമുക്ക് തടയാൻ സാധ്യമാണോ? ഒന്നും തടയാൻ സാധ്യമല്ല എന്ന് നമുക്ക് പിടികിട്ടണം. അതാണ് യഥാർത്ഥ അറിവ്. അതായത് ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്തതാണ്. ജഡ സ്വഭാവം പരിഹരിക്കാനേ സാധ്യമല്ല. അതായത് ജഡത്തിന്റെ സ്വഭാവം ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അത് പ്രകൃതിയാണ്. പ്രകൃതിയാണ് ജഡശക്തി എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രകൃതിയിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പ്രകൃതിയുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് മാത്രമേ ഇവിടെ ജീവിക്കാൻ സാധിക്കൂ. നമ്മളും പ്രകൃതിയിലെ ഒരു അംശമാണ്. അതാണ് നമ്മൾ അന്ന് പറഞ്ഞത്, ഒരു പ്രപഞ്ച പ്രവാഹമാണെങ്കിൽ ആ പ്രവാഹത്തിൽ മാറി നിന്ന് കാണുന്ന ഒരാളായി മാറരുത്, അതിൽ വീണൊരു നീർത്തുള്ളിയായി മാറണം എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നു, ദൈവം എന്ന അജ്ഞാത ശക്തിയാണ് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ അജ്ഞാത സത്യം അത് നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. ഈശ്വരനെ എവിടെയോ തന്നിൽ നിന്നും അന്യമായി കണ്ട് നമ്മൾ സങ്കല്പിച്ച് നമ്മൾ അതിനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ പൂർണ്ണരല്ല എന്ന് തോന്നും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്, ദുർബലത. ആ ദുർബലതയിൽ നിന്നാണ് നമുക്ക് പ്രാർത്ഥന ഉണ്ടാകുന്നത്. അതുപോലെ സകലതിന്റെയും പൂർണ്ണതയ്ക്ക് ഇരിപ്പിടമായ ഒന്നിനെ നമ്മൾ ഭാവന ചെയ്യും. അങ്ങനെ സകല സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടം എന്ന നിലയിൽ ഈശ്വരനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. അപ്പൊ സകല സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടം എന്ന് പറയുമ്പോ സർവ്വതിന്റെയും ഗുണമിരിക്കുന്നത്, നല്ലത് ഏറ്റവും പൂർണ്ണമായിരിക്കുന്നത് ഒരു ഈശ്വരനിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആ ഈശ്വരനെ ഭഗവാനായി സങ്കല്പിച്ചുകൊണ്ട് ഭഗങ്ങളുള്ളവൻ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, അതിനോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിന് വേണ്ടി. അപ്പോ ഇവിടെ ഏതൊരു മതത്തിനെയും അങ്ങനെ കാണാൻ ശ്രമിക്കണം. എല്ലാ മതങ്ങളും ഏതൊരു ഭഗവാന്റെ അനുഗ്രഹമാണോ തേടുന്നത് അത് യഥാർത്ഥത്തിൽ ഒരേ വസ്തു തന്നെയാണ്, പല ഭാവത്തിൽ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആരോടും തമ്മിൽ വിദ്വേഷമോ ഈർഷ്യോ വെറുപ്പോ ഒന്നും തോന്നണ്ട. അവനവന്റെ ഉള്ളിലുണ്ട് എന്ന അനുഭവത്തിനെ തന്നെയാണ് ഭഗവാനായി എല്ലാവരും ദർശിക്കുന്നത് അവസാനം. പക്ഷെ ഇതറിയാത്തവൻ നമ്മൾ അപൂർണരാണെന്ന് കരുതിക്കൊണ്ട്, നമ്മുടെ ശരീരവും മനസ്സും ഈ ജീവനും ബുദ്ധിയും ഒക്കെ അപൂർണമാണെന്ന് കരുതിക്കൊണ്ട് പൂർണ്ണതയുള്ള ഒരു വസ്തുവിനെ സങ്കല്പിച്ച് അതാണ് ദൈവം എന്ന് കരുതി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അല്ലെങ്കിൽ ദൈവം എന്ന വാക്കിന്റെ ആ ഒരു അർത്ഥം എന്താണെന്ന് പറയാം. അപ്പോ ഭഗങ്ങളുടെ പൂർണ്ണത ആർക്കുണ്ടോ അതാണ് ഭഗവാൻ. അതായത് 6 സദ്ഗുണങ്ങളാണ് പറയുന്ന കല്യാണ ഗുണങ്ങൾ, മംഗളമായ ഗുണങ്ങളെ പറയുകയാണ്. അത് ഏതൊക്കെയാണ്? അപ്പൊ ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം, വീര്യം, തേജസ് എന്നിവയാണ് ഭഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ 6 എണ്ണം ചേരുമ്പോ ഒരു പൂർണ്ണത വരും എന്ന് ഇത് ഭാഗവതവും ഇത് പറയുന്നുണ്ട്. അപ്പോ ഈ ഗുണങ്ങളുടെ പൂർണ്ണത ഭഗവാനെ നമ്മൾ കാണും. അപ്പൊ അതിന്റെ അപൂർണത നമ്മളിലുണ്ട് എന്നതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ അപൂർണമായതുകൊണ്ടാണ് നമ്മൾ ഭഗവാനിൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഭഗവാൻ പൂർണ്ണനായിരിക്കണം. അപ്പൊ ഈ ഗുണങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവയല്ല, ഇത് അടുത്തതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളതാണ് ഓരോന്നും. അതിനെ നമ്മൾ അങ്ങനെ വിശദീകരിക്കണം. കാരണം ഇതെല്ലാം വലിയ അറിവാണ്. നമ്മളിപ്പോ ഇരുന്ന് ഈ ചർച്ച ചെയ്യുന്നതെല്ലാം വലിയ അറിവാണ്. കാരണം നമ്മൾ ആനന്ദമായി പരമാനന്ദമായി ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബ്രഹ്മസാക്ഷാത്കാരം പൂർണ്ണമായ അനുഭവമാണ്. പൂർണ്ണമായ അനുഭവം ഉള്ളത് ഭഗവാനിലാണെങ്കിൽ ആ പൂർണ്ണത്വത്തിനെ നമ്മൾ അറിയുന്നത് ഭഗവത് സാക്ഷാത്കാരമാണ്. എങ്ങനെയാണ് പൂർണ്ണത്വം വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 6 ഘടകങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പം ജ്ഞാനം എന്താണ്, ശക്തി എന്താണ്, ബലം എന്താണ്, ഐശ്വര്യം, വീര്യം, തേജസ് ഇവയെല്ലാം എന്താണ് വളരെ വ്യക്തമായി നമ്മൾ ഗ്രഹിക്കുകയും അതുപോലെ നമ്മൾ പഠിതാക്കളിലോട്ട് വിവരിച്ചു കൊടുക്കുകയും വേണ്ടതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നമുക്കും അവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യണം. ഈ 6 എണ്ണവും നമ്മുടെ ഉള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിച്ചു തീരുമ്പോഴേക്കും നമ്മളും ആ പൂർണ്ണത്വത്തിൽ എത്തിച്ചേരും. അപ്പോ ഭഗവാനെ കുറിച്ചാണ് ഇവിടെ 6 ഗുണങ്ങളോടുകൂടി പറയുന്നതെങ്കിലും ഭഗവത് സാക്ഷാത്കാരം യഥാർത്ഥത്തിൽ ഭഗവാനായി തീരുന്നതാണ്. അങ്ങനെ 6 ഗുണങ്ങളോടുകൂടി ഒരു ജീവൻ ഇരുന്നാലും ആ ജീവൻ പൂർണ്ണത്വം അനുഭവിക്കും.
പക്ഷെ ഈ 6 ഗുണങ്ങളെ എങ്ങനെയാണ് നമ്മൾ സാധനാ മാർഗങ്ങളിലൂടെ ശീലിക്കുക എന്നുള്ളതും ഇതിനകത്ത് നമ്മൾ കണ്ടെത്തണം. ജ്ഞാനം എന്നാൽ അറിവാണ്. അപ്പൊ ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം, വീര്യം, തേജസ്, ഇത് ഓരോന്നും അടുത്തതിലേക്ക് നയിക്കും. ജ്ഞാനമുണ്ടെങ്കിൽ ശക്തി കിട്ടും, ജ്ഞാനവും ശക്തിയും ഉണ്ടെങ്കിൽ ബലം കിട്ടും, ഈ ബലവും കൂടി ചേർന്നാൽ ഐശ്വര്യം വരും, ഐശ്വര്യത്തിനെ അന്വേഷിച്ചറിഞ്ഞാൽ വീര്യം വരും, വീര്യവും ചേർന്നാൽ തേജസ് ഉണ്ടാവും. അപ്പോ ഒരു ജീവൻ പൂർണ്ണമായി കഴിയും. ഇനി ജ്ഞാനം എന്നാൽ അറിവ്. അറിയാൻ ആഗ്രഹിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ സകലതിനെയും അറിഞ്ഞെത്തുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് സകലതും അറിയാവുന്ന സർവജ്ഞനായ ഒന്നിനെ മനുഷ്യൻ ഭാവന ചെയ്യും. ദൈവത്തെ സർവജ്ഞനായിട്ടല്ലാതെ മനുഷ്യന് ഭാവന ചെയ്യാനേ സാധ്യമല്ല. അപ്പൊ ഭഗവാനെ, നമുക്ക് ജ്ഞാനം എന്നത് എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ജ്ഞാനമില്ല, പക്ഷെ ഭഗവാന് ജ്ഞാനമുണ്ടെന്ന് കരുതി ഭഗവാനെ ജ്ഞാനസ്വരൂപമായി ആശ്രയിക്കുന്നു. ഇനി അറിവില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാകാതെ നമ്മൾ കുഴയും. ഓരോ സന്ദർഭത്തെയും ചാഞ്ചല്യം കൂടാതെ നേരിടാനുള്ള ആന്തരികമായ കഴിവിനെയാണ് ശക്തി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശക്തിക്കുറവ് ഈശ്വരനെ സർവശക്തനായി സങ്കല്പിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. അങ്ങനെ ദൈവം സർവശക്തനായി. ഇനി ഒന്നും കൂടി നമ്മൾ വന്ന വഴിയെ തിരിച്ച് ഈ 2 എണ്ണം ഒന്നുകൂടി നോക്കണം. ഈ ജ്ഞാനം എന്നത് അറിവാണ്. നമ്മൾ ജ്ഞാനം സമ്പാദിച്ചാലോ, എല്ലാ അറിവും സ്വരൂപമായിരിക്കുന്ന നമ്മുടെ അപരോക്ഷ ജ്ഞാനത്തിനെ അറിഞ്ഞാലോ, അപ്പൊ നമുക്ക് അറിവില്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാകാതെ കുഴങ്ങും എന്ന് പറഞ്ഞത് നമ്മളില് നമുക്കും പരിഹരിക്കാം. അറിവുണ്ടെങ്കിൽ, ആ അറിവേ സ്വരൂപമായാണ് താൻ ഇരിക്കുന്നതെന്ന് അറിയുന്നെങ്കിൽ നമുക്ക് ഒരു സന്ദർഭത്തിലും ചാഞ്ചല്യം ഉണ്ടാകില്ല. ആ ബലം വന്നാൽ അപ്പൊ നമ്മൾ ജ്ഞാനം സമ്പാദിക്കണം. ഉപനിഷത്തുകൾ വഴി നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം. അത് കഴിഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ജീവിതത്തിൽ യാതൊരു രീതിയിലും ആശയക്കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനുള്ള ആ ഒരു കഴിവ് സമ്പാദിക്കും. അപ്പൊ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് ഭഗവാനെ ആശ്രയിക്കാനുണ്ടായ സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം, വീര്യം, തേജസ്, ഇവയില്ലാത്ത ജീവൻ ഇതെല്ലാം ഉള്ള ഒരു പൂർണ്ണത്വത്തിനെ സങ്കല്പിച്ച് ഈശ്വരനായിട്ട് അദ്ദേഹത്തിനെ ഭജിച്ച് അനുഗ്രഹം ചോദിക്കുന്നു, പ്രാർത്ഥന കൊണ്ട്. പക്ഷെ ഇത് തന്നിൽ തന്നെ വേണമെങ്കിൽ ഇതെല്ലാം ആർജിക്കാം. അപ്പൊ ആദ്യം ജ്ഞാനം സമ്പാദിച്ചാൽ അടുത്ത ശക്തി നമുക്ക് തന്നെ ഉണ്ടാവും. ആ ശക്തിയെയാണ് നമ്മുടെ ശക്തിക്കുറവ് ഈശ്വരനെ സർവശക്തനായിട്ട് കണ്ടു. പക്ഷെ നമ്മൾ ജ്ഞാനം സമ്പാദിച്ച് ആ ശക്തി ആർജിക്കുകയാണ്. ഏത് സന്ദർഭത്തിലും ഒരു ആശയക്കുഴപ്പങ്ങളില്ലാതെ, മനഃചാഞ്ചല്യമില്ലാതെ നമ്മൾ അതിനെ നേരിടാനുള്ള ശക്തി ആർജിച്ചു ജ്ഞാനം കൊണ്ട്. അടുത്ത പറയാണ്, ആന്തരികമായ ശക്തി ഇല്ലാതെ വരുമ്പോൾ ശാരീരികമായ ബലം നമ്മെ വഴിതെറ്റിച്ചെന്ന് വരും. അഥവാ നമ്മൾ ദുർബലരാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള ബലത്തിന്റെ പൂർണ്ണതയായി നമ്മൾ ഈശ്വരനിൽ സങ്കല്പിക്കുന്നു. ഇനി വീണ്ടും നമ്മളുടെ ഈ ബലം എങ്ങനെ വരുമെന്ന് നോക്കിയാൽ മതി. അതായത് നമുക്കൊരു ജ്ഞാനമുണ്ട്, ആന്തരികമായ ശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബലവും വരും. ബലമില്ലെങ്കിലാണ് ഇതൊന്നും അറിയാതിരുന്നാൽ നമ്മൾ ഇതെല്ലാം ഭഗവാനിൽ ആരോപിച്ച് ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മളിൽ നേടാമെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ബലത്തിന്റെ പൂർണ്ണതയായിട്ട് ഈശ്വരനെ കാണും. ഇനി നമ്മുടെ ആന്തരികമായ ശക്തിയും ബാഹ്യമായ ബലവും ഉപയോഗിച്ച് നമ്മൾ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ നോക്കുമ്പോൾ, ആളുകളൊന്നും നമ്മുടെ വരുതിയിൽ വരാതിരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ പലയിടത്തും നമ്മൾ തോൽവി സമ്മതിക്കുമ്പോൾ, അങ്ങനെ സകലതിനെയും സ്വന്തം വരുതിയിൽ നിർത്താതിരിക്കുമ്പോൾ നമ്മൾ ഐശ്വര്യം ഇല്ലാത്തവരാണ്. അപ്പൊ ഈ ഐശ്വര്യവും ആരിലും നമ്മൾ ആരോപിക്കും? ഭഗവാന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ജീവന് ജ്ഞാനം സമ്പാദിച്ച് നല്ല ആന്തരിക ശക്തി ആർജിച്ച് നല്ല ബലം കൊടുത്ത് ഐശ്വര്യവും സമ്പാദിക്കാം. പക്ഷെ ഇതെല്ലാം ഉപനിഷത്ത് വേദാന്തത്തിന്റെ ഗതിയിൽ വരണമെന്ന് മാത്രം. അപ്പോ അതുകൊണ്ട് നമുക്കില്ലാത്ത ദുർബലതയായ ഐശ്വര്യവും നമ്മൾ ഭഗവാനിൽ പറഞ്ഞു. അപ്പൊ ഭഗവാൻ ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം. ഇനി അടുത്ത പറയാൻ പോകുന്നത്, ഇനി ഐശ്വര്യത്തിന്റെ പൂർണ്ണതയെ നമ്മൾ ഭഗവാനിൽ കണ്ടു. ഒരു നിയന്ത്രണ ശേഷി ഇല്ലെന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീര്യം അസ്തമിക്കുന്നതായി തോന്നും. അപ്പൊ നമുക്ക് ജ്ഞാനവുമില്ല, ശക്തിയുമില്ല, അതായത് ആന്തരിക ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ബാഹ്യമായ ബലം നഷ്ടപ്പെടും. ബാഹ്യമായ ബലമില്ലെങ്കിൽ, ശക്തിയും ബലവും ഇല്ലെങ്കിൽ ഐശ്വര്യം നഷ്ടപ്പെടും. ഇനി ഐശ്വര്യം ഇല്ലെങ്കിൽ വീര്യവും നഷ്ടപ്പെടും. എന്നിട്ട് അപ്പൊ ആ വീര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിയന്ത്രണ ശേഷി ഇല്ലെന്ന് വരുമ്പോൾ നമ്മുടെ വീര്യം അസ്തമിക്കുന്നതായി അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഈ വീര്യത്തിന്റെ പൂർണ്ണതയും ഭഗവാന് നൽകും. എന്നിട്ട് അതും ഭഗവാനിൽ കാണും. ഇനി നമ്മുടെ ഇച്ഛകളെ പൂർണ്ണമായി നിറവേറ്റാനുള്ള കഴിവ് നമുക്കില്ല. കാരണം നമ്മുടെ ഇച്ഛയ്ക്കും അപ്പുറത്തുള്ളതാണ് ദൈവേച്ഛ.
സ്വന്തം ഇച്ഛാഗതി ദുർബലമാണെന്ന് കാണുമ്പോൾ ഓരോ സന്ദർഭത്തോടും വേണ്ടവണ്ണം പ്രതികരിക്കാൻ കഴിവില്ലാതെ പോകുന്നു. ഈ കഴിവിനെയാണ് തേജസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇച്ഛകളെ പൂർണ്ണമായി നിറവേറ്റാനുള്ള ഗതിയില്ല. അപ്പൊ സ്വന്തം ഇച്ഛാഗതി തന്നെ ദുർബലമാണെന്ന് കാണുമ്പോൾ ഒരു സന്ദർഭത്തിനോടും നമ്മൾ പ്രതികരിക്കാനും സാധിക്കാതെ വരുന്നു. അങ്ങനെ പോകുമ്പോൾ ആ കഴിവ് തേജസ്സാണ്, ആ പ്രതികരിക്കുന്ന കഴിവ്, ആ തേജസ്സും ഇല്ലാതെ പോകുന്നു. അപ്പൊ നമ്മൾ തേജസ്സിന്റെ പൂർണ്ണതയും നമ്മളിൽ കാണില്ല, അതും ഈശ്വരന് ആരോപിച്ചു. അങ്ങനെ പൂർണ്ണതയായി ഭഗവാനെ നമ്മൾ വേറിട്ട് കണ്ടു. ഭഗവാനില് ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം, വീര്യം, തേജസ് എന്നിവ കണ്ട് നമ്മൾ ഭഗവാനെ അന്യമായി കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉപനിഷത്ത് അങ്ങനെയല്ല. ഈ പറഞ്ഞ 6 ഗുണങ്ങളെ നല്ലവണ്ണം നിന്നിൽ തന്നെ സ്വാംശീകരിച്ചാൽ നിനക്കും ഭഗവാന്റെ പൂർണ്ണത കൈവരും എന്നുള്ളത് പഠിപ്പിക്കുന്നത് നമ്മളെ ഉപനിഷത്താണ്. ഇവിടെ ഇപ്പൊ ഗുരു ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഒരു സംശയവും ഉണ്ടാകരുത്. ജ്ഞാനമെന്ത്, ബലമെന്ത്, ശക്തി എന്ത്, ഐശ്വര്യം, വീര്യം, തേജസ്, ഇത് 6 നല്ലവണ്ണം ഒന്ന് വിചാരം ചെയ്യുള്ളില്. എന്നിട്ട് ഇത് മുഴുവൻ ഉപനിഷത്ത് കൊണ്ട് നമുക്ക് നേടാവുന്നതല്ലേ എന്ന്, ഇത് ഉപനിഷത്തിന്റെ സാധനാ മാർഗങ്ങളിലൂടെ, ഉപാസനകളിലൂടെ നമുക്കും നമ്മിൽ നടപ്പാക്കാവുന്നതാണ്. അങ്ങനെ ഭഗവാനിൽ നമ്മൾ പുറമേ കാണുന്ന ഒരു പൂർണ്ണത, ഈ 6 ഗുണങ്ങളോടുകൂടിയ ഭഗവാൻ തന്റെ ഉള്ളിൽ സ്വയം ഭഗവാനായി തന്നെ ഇരുന്ന് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പൊ ഈ ഗുണങ്ങളുടെ എല്ലാം അപൂർണത നമ്മളിലും, ഇത് സാധാരണ അജ്ഞാനികളുടെ കാര്യം പറയുകയാണ്. അപ്പോ സത്യം അറിയാത്തവരിൽ ഈ ഗുണങ്ങളുടെ എല്ലാം അപൂർണത കണ്ടിട്ട് നമ്മൾ പൂർണ്ണത ഭഗവാനിലും കാണും. അങ്ങനെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഭഗവാനെ നമ്മൾ ആശ്രയിച്ചു പോകുന്നു. ഇങ്ങനെയാണ് പ്രാർത്ഥന ജീവിതത്തിൽ ഒരാവശ്യമാണെന്ന് മനുഷ്യന് തോന്നാനിടയായത്. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തതില് ഒരു പടി കടന്നാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന എന്തിനാണ് എല്ലാ മതവിഭാഗങ്ങൾക്കെന്ന് പറയുന്നത്, നമ്മൾക്ക് ഇല്ലാത്ത പൂർണ്ണതയെ പൂർണ്ണതയുള്ള ഒരു ഭഗവാനെ സങ്കല്പിച്ചു കൊടുത്തിട്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉപനിഷത്ത് പറയുന്നു ഈ ഭഗവാന്റെ ഭഗങ്ങൾ ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം, വീര്യം, തേജസ്, ഈ ഭഗങ്ങളെല്ലാം വേണമെങ്കിൽ ഉപനിഷത്ത് പഠനം കൊണ്ട് ഉപനിഷത്തിനെ സത്യമായി അറിഞ്ഞാൽ അവനവന് വേണമെങ്കിൽ ആർജിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിൽ മറന്നു പോരുത്. അത് ലക്ഷ്യമായി കണ്ടുകൊണ്ട് വേണം ഇത് വായിച്ചു നോക്കാൻ. ഐശ്വര്യം, ധൈര്യം, കീർത്തി, സമ്പത്ത്, ജ്ഞാനം, വൈരാഗ്യം, ഇവയാണ് 6 ഭഗങ്ങളെന്ന സങ്കല്പവും ഉണ്ട്. ഇതുമൊക്കെ വരും. നമ്മൾ വിചാരിച്ച പോലെ ആ 6 അറിഞ്ഞാലും മതി. ഇനി വേറെ പല സ്ഥലങ്ങളിലും ഇത് പറയുന്നുണ്ട്. ഇനി 6 ഭഗങ്ങളെന്ന സങ്കല്പം വേറൊരു സങ്കല്പ പ്രകാരം ഉൽപ്പത്തി, വിപത്തി, ആഗതി, ഗതി, വിദ്യ, അവിദ്യ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുക്കാൻ ഏറ്റവും നല്ലത്, നമ്മുടെ ഉള്ളിൽ ഈ മാറ്റം കൈവരണമെങ്കിൽ ജ്ഞാനം, ശക്തി, ബലം, ഐശ്വര്യം, വീര്യം, തേജസ് എന്നിവ നമ്മൾ വേർതിരിച്ചറിഞ്ഞ് ഇതൊക്കെ നമ്മളില് സത്യമായിട്ടും പ്രായോഗികമാക്കാൻ സാധിക്കും. ആ സത്യത്തിന്റെ അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ, ശക്തിയിലൂടെ, ബലത്തിലൂടെ, ഐശ്വര്യത്തിലൂടെ, അതുപോലെ വീര്യവും തേജസ്സും നമ്മളിൽ തന്നെ ഉള്ളതാണ്. ഒരിക്കലും നമ്മളിൽ നിന്ന് അന്യമായിട്ടല്ല ആ സത്യം ഇവിടെ വിരാജിക്കുന്നത്. അതില് പറ്റാത്ത അല്പബുദ്ധികളാണ് പുറമെ ഒരു ഈശ്വരനെ പൂർണ്ണനായി കണ്ട് സങ്കല്പിച്ച് ഉപാസിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഉപനിഷത്തിന്റെ അവസാനം നമുക്കും ആ ഈശ്വര സാക്ഷാത്കാരം നേടാം. ഇനി അടുത്ത പറയാണ്, മനുഷ്യൻ തനിക്ക് ഉണ്ടായിരിക്കണമെന്ന് എന്ത് കണ്ടാലും, അതായത് ഏത് തരത്തിൽ ഇത് കണ്ടാലും മനുഷ്യൻ തനിക്ക് ഉണ്ടായിരിക്കണമെന്ന് കൊതിക്കുകയും എന്നാൽ ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് അറിയുകയും ചെയ്യുന്ന കല്യാണ ഗുണങ്ങളുടെ പൂർണ്ണതയാണ് ഭഗവാനിൽ കാണുന്നത്. ഇത്തരത്തിൽ ഭഗവാനെ കണ്ട് ഭഗവാനെ ഭജിക്കുന്നവരെ ഭക്തൻ എന്ന് വിളിക്കും. ഭജിക്കുന്ന ഭാവമാണ് ഭക്തി. ഭജിക്കുക എന്നാൽ ആരാധിക്കുക, സേവിക്കുക, ധ്യാനിക്കുക, പ്രാപിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അത് വ്യക്തമായി നോക്കണം. പല ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടും സർവശക്തൻ ഈശ്വരനാണെന്ന് അറിയാവുന്നതുകൊണ്ടും നമ്മുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ അവരവരുടെ ഇഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തത്വപരമായി നോക്കിയാൽ ഒരു തെറ്റുണ്ട്. അപ്പൊ ആ തത്വം എന്താണെന്ന് പറയുകയാണ്. അതായത് ഗുരു പറയുന്നു, നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലാത്ത ദൈവേച്ഛയെയും നമ്മുടെ നിയന്ത്രണത്തിലുള്ള സ്വന്തം ഇച്ഛകളെയും ഇണക്കി തീർക്കുകയാണ് മതങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അതായത് പ്രപഞ്ച ശക്തിയെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ല. നമ്മൾ എങ്ങനെയാണ്, ഒരു വ്യഷ്ടി സത്തയാണ്, പ്രപഞ്ചം സമഷ്ടി സത്തയും. അതായത് നമ്മുടെ ചെറിയ മനസ്സും വിശ്വ മനസ്സും, അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ വിശ്വ മനസ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഈ വിശ്വ പ്രകൃതിയുടെ കൂടെ നമുക്ക് ഒരിക്കലും അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അതിനെ ഇണക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
വേദങ്ങൾ നോക്കിയാൽ ആദ്യമെല്ലാം ഈശ്വര സങ്കല്പങ്ങളായിട്ട് പറയുന്നത് പ്രപഞ്ച ശക്തികളെയാണ്. ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള നാമരൂപങ്ങളെ ഇല്ല. നാമരൂപ സങ്കല്പങ്ങളല്ല വേദങ്ങളിൽ പറയുന്നത്. വേദങ്ങളിൽ കൂടുതലും പറയുന്നത് ഭൂമിദേവി, വായുദേവൻ, വരുണദേവൻ, അഗ്നിദേവൻ ഇവയൊക്കെ ഉപാസിക്കാനാണ്. സൂര്യൻ, ചന്ദ്രൻ ഇവയെല്ലാം ഉപാസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പ്രാർത്ഥന എന്നാൽ വേണ്ടവണ്ണം ആവശ്യപ്പെടുക എന്നുള്ളതിലോട്ട് മാറിക്കഴിഞ്ഞു. ഇനി അർത്ഥന എപ്പോഴാണ് വേണ്ടവണ്ണം ഉള്ളതായി തീരുന്നത്? അപ്പൊ ഹരി തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ മുഴപ്പിച്ചു കാണിക്കാതെ ഈശ്വരന്റെ ഇച്ഛയ്ക്കൊത്തവണ്ണമാക്കി തീർക്കുമ്പോൾ ഇത് പറയാമെന്ന് തോന്നുന്നു. അപ്പൊ ഗുരുവും പറയുന്നു, ഈശ്വരന്റെ ഇച്ഛയ്ക്കൊത്ത് നമ്മൾ ജീവിക്കണം. നമ്മുടെ ഇച്ഛയ്ക്കൊത്ത് ഈശ്വരൻ പ്രവർത്തിക്കണം എന്ന് നിർബന്ധിച്ചാൽ അത് തത്വവിരോധമാണ്, തെറ്റാണ്, അല്ലയോ? അപ്പൊ നമ്മളിവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞ ഭഗങ്ങൾ നമ്മൾ ആർജിച്ചാൽ ഈ തത്വം നമ്മുടെ ഉള്ളിൽ പ്രായോഗികമാകും. നമ്മൾ ജ്ഞാനം കൊണ്ടും ശക്തി കൊണ്ടും ബലം കൊണ്ടും ഐശ്വര്യം കൊണ്ടും വീര്യം കൊണ്ടും തേജസ് കൊണ്ടും ഈ സത്യത്തിലാണ് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ഒരു ജീവനാണ് യാതൊരു അർത്ഥനകളും ഇല്ലാതെ ഒരു പ്രാർത്ഥനയും ഇല്ലാതെ ഈശ്വരന്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുന്നവർ. ഇവിടെ ഈശാവാസ്യം ഇതം സർവം. അപ്പൊ അത് വെറും ഒരു മാനസികമായിട്ടുള്ള മാറ്റമല്ല ഉണ്ടാക്കുന്നത്. സത്യത്തിൽ അതൊരു വലിയ പരിവർത്തനം, ജീവബ്രഹ്മ ഐക്യമാണ് ഉണ്ടാകുന്നത്. ഭക്തൻ ഭഗവാനായി തീരുകയാണ് ചെയ്യുന്ന അവിടെയാണ് ജീവാത്മ പരമാത്മ ഐക്യം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഈ ഭഗങ്ങളുള്ള ഈശ്വരനെ, ആ ഭഗങ്ങളെ നമ്മളും സാധനാമാർഗങ്ങളിലൂടെ ശീലിച്ചാൽ ഇതിലെത്തിച്ചേരാം. പക്ഷെ സാധാരണ ഭക്തന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സ്വന്തം ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ നിരത്തി വെച്ചിട്ട് അതൊക്കെ സാധിച്ചു തരാനുള്ള ജോലി ദൈവത്തെ ഏൽപ്പിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി വഴിപാടുകൾ നടത്തും. ദൈവത്തിന്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുമ്പോഴാണ് സുഖം വരുന്നത്, ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. ഇതാണ് ഈശാവാസ്യം ഇതം സർവം. അപ്പൊ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നത് വെറുമൊരു ചിന്തയല്ല. ഈശാവാസ്യം ഇതം സർവം എന്നത് നമ്മുടെ മനസ്സിന്റെ പരിണാമമാണ്. മനസ്സ് അപൂർണമായ ഭാവത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുറമേയുള്ള എന്തിനെയൊക്കെയോ ആശ്രയിക്കാൻ നിൽക്കുമ്പോ ആ മനസ്സിനെ സത്യം പറഞ്ഞ് പഠിപ്പിച്ച് ഉപനിഷത്തുകളെ ശീലിപ്പിച്ച് സാധനാമാർഗങ്ങളിലൂടെ ആ ഭഗവാന്റെ ഭഗങ്ങളെ കുറിച്ചുള്ള ശക്തി ആർജിച്ചെടുത്താൽ നമ്മളും പൂർണ്ണരാകും എന്നാണ് അവിടെ പറയേണ്ടത്. അങ്ങനെ പൂർണ്ണമായ ഒരു സ്ഥിതിയിലിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് മാത്രമേ തന്റെ അസ്തിത്വം ഭഗവാനാണെന്നും അതുകൊണ്ട് ഈശാവാസ്യമിതം സർവം എന്നും ഉപാസിക്കാൻ സാധിക്കൂ. വെറുതെ ഒരു ചിന്തയിൽ ഈശാവാസ്യമിതം സർവം ഉറക്കില്ല. ജ്ഞാനം കൊണ്ടും ബലം കൊണ്ടും ശക്തി കൊണ്ടും വീര്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും തേജസ് കൊണ്ടും വേണം അത് വീണ്ടും വീണ്ടും നമ്മളിൽ ഉറപ്പിക്കാൻ. അപ്പൊ ഹരി പറയുന്നു, ഇത് നേര് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ പ്രത്യേക ആഗ്രഹങ്ങൾ സാധിച്ചു തരണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് തത്വവിരോധമാണ്. അപ്പോൾ പ്രാർത്ഥന തന്നെ വേണ്ട എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഗുരു പറഞ്ഞു, പ്രാർത്ഥന വേണ്ടെന്ന് വെക്കേണ്ടതില്ല. സത്യം അറിഞ്ഞു കേട്ട ഉടനെ നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമ്മൾ അപ്പോഴും എങ്ങനെയാണ് ഇരിക്കുന്നത്? ദ്വൈതത്തിലാണ്. ഞാൻ വേറെ, ഈ കാണുന്നതെല്ലാം വേറെ എന്ന് അദ്വൈതം എന്ന അനുഭവം ഉണ്ടോ അവിടെ പ്രാർത്ഥിക്കാൻ ഒരാൾ കാണില്ല. പക്ഷെ അതുവരെ നമ്മൾ കർമ്മകാണ്ഡ ഭാഗത്തിലൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഭഗവാനോട് സൂര്യനോടും അഗ്നിയോടും പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ നിന്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാനുള്ള മനസ്സും ധൈര്യവും തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വേണം. എങ്ങനെയാണ്? ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് എന്റെ ജീവിതം ഇനി മുമ്പോട്ട് പോകണം. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു സങ്കല്പങ്ങളുമില്ല. എന്ത് സംഭവിക്കുന്നുവോ, എതിർച്ച എന്ത് സംഭവിക്കുന്നുവോ അതെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എതിർച്ച ലാഭ സന്തുഷ്ട എന്ന് ഭഗവത്ഗീത. യാദൃച്ഛികമായി ലഭിക്കുന്നതിൽ സന്തുഷ്ടി ഉണ്ടായിരിക്കണം എന്നാണ്. ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടുക എന്നല്ല, എന്താണോ വന്നു ചേരുന്നത്, യാദൃച്ഛികമായി തന്റെ മുമ്പിൽ വന്നു ചേരുന്നതെല്ലാം ഭഗവത് സ്വരൂപമാണെന്ന് നമ്മുടെ ഉള്ളിൽ പറയണം. എല്ലാം ഭഗവാന്റെ ഇച്ഛ. ഇവിടെ ഭഗവാനല്ലാതെ വേറെ ഒന്നുമേയില്ല. ഈശ്വരനല്ലാതെ ഇവിടെ വേറെ ഒരു വസ്തുവുമില്ല. എല്ലാം സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ദൈവത്തിന്റെ മുന്നിൽ വയ്ക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ്? ദൈവമേ സകലർക്കും സുഖവും ശാന്തിയും സമാധാനവും കൈവരുത്തണേ എന്നാകാം. അപ്പോ നമ്മുടെ മനസ്സ് പക്വമായിട്ടില്ല, ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ആക്കി തീർക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കട്ടെ എന്നാണ്. നോക്കൂ, നമ്മുടെ മനസ്സ് എങ്ങനെയോ അങ്ങനെയാണ് നമ്മുടെ ലോകം. ആ മനസ്സിന് സുഖമുണ്ടെങ്കിൽ ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കും.
ആ ലോകർക്ക് മുഴുവൻ സുഖം വരണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മനസ്സ് പിന്നെ സുഖസ്വരൂപമാണ്. തന്റെ സ്വാർത്ഥമായ സുഖമല്ല ആഗ്രഹിക്കുന്നത്. ഈ കാണുന്നത് മുഴുവൻ സുഖമായിട്ടിരിക്കണം. കാണുന്നത് എന്താണ്? ആലോക്യതേ ഇത് ലോകഃ. കാണുന്നതാണ് ലോകം. നമ്മുടെ മനസ്സിൽ കാണുന്നത് എന്തോ അതാണ് നമ്മുടെ ലോകം. അപ്പൊ ആ ലോകം മുഴുവൻ സുഖമായിരിക്കാൻ എവിടെ ആദ്യം സുഖം വരണം? എന്റെ മനസ്സിന് സുഖം വരണം. മനസ്സിൽ എങ്ങനെയായിരിക്കണം? മനസ്സിൽ ഭഗവാന്റെ ഭഗങ്ങളെ വീണ്ടും വീണ്ടും സാധന ചെയ്യുന്നതായിരിക്കണം എന്റെ ജീവിതം. ഇതെല്ലാം വളരെ എളുപ്പം ആർജിക്കാവുന്നതാണ്. ജ്ഞാനം ആർജിക്കാൻ എന്താണ് വിഷമം? ഉപനിഷത്ത് പറഞ്ഞ സത്യത്തിനെ ഉൾക്കൊള്ളുന്നതാണ് ജ്ഞാനം. അറിവേ സ്വരൂപമാണ് താനെന്ന് അറിയുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് നമ്മൾ ശക്തി ആർജിക്കുന്നു. ആന്തരിക ശക്തി, മനസ്സിനെ അടക്കിയുള്ള ശക്തി. ആ ശക്തി കൊണ്ട് എല്ലാത്തിനെയും നമ്മൾ മുമ്പിൽ നേരിടുമ്പോ ആ നേരിടാനുള്ള ശക്തി ബലമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന് ഉദ്ദേശിക്കുന്നത് ആരോടും ഈ പറഞ്ഞതുപോലെയുള്ള നമ്മൾ പറയുന്നത് പോലെയുള്ള പ്രതികാരമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടുള്ള ആ ഒരു തിരിച്ചടിയോ ഒന്നുമില്ല. അതിനെ നമ്മൾ ഉള്ളിലാക്കി എല്ലാവരോടും അനുകൂലമായി പെരുമാറുന്നതാണ് നമ്മുടെ നിയന്ത്രണത്തിൽ സകലരും വരുന്നു എന്ന് പറയുന്നത്. അതിനെയൊക്കെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. അതാണ് ഐശ്വര്യം എന്നാണ്. ആ ഐശ്വര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇച്ഛകളെ നിറവേറ്റാനുള്ള ആ ഒരു കഴിവ് എന്താണ് സന്ദർഭത്തിനൊത്തവണ്ണം വരുന്നത്, അനിവാര്യമായത് എന്തോ അതൊക്കെ ചെയ്യാനുള്ള ഒരു വീര്യം, അതിനോട് സന്ദർഭത്തിനൊത്തവണ്ണം പ്രതികരിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് നമ്മുടെ ജീവിതത്തിനെ മുമ്പോട്ട് ശാന്തിയോടെ കൊണ്ടുപോകാനുള്ള തേജസ്, ഇതെല്ലാം വന്നു ചേർന്നാൽ നമ്മളും എന്ത് തന്നെയാണ്? നമ്മളും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മവിദ് ബ്രഹ്മൈക ഭവതി എന്നാണ്. ബ്രഹ്മത്തിനെ അറിയുന്നവൻ ബ്രഹ്മമായി ഭവിക്കുന്നു. ഇതെല്ലാം ഉപനിഷത് വാക്യം കൂട്ടിച്ചേർത്താണ് നമ്മളിതിപ്പോ ചർച്ച ചെയ്തു പോയത്. ഇതിനകത്ത് വന്നതിനെയെല്ലാം നമ്മളിൽ പ്രായോഗികമാക്കേണ്ടതിനെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇത് കുട്ടികൾക്ക് പറയാൻ ഒരു പ്രയാസമില്ല. കാരണം ഈ 6 എണ്ണത്തിനെ എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളായി കണ്ടുകൊണ്ട്, ഭഗവാനെ പൂർണ്ണനായി കണ്ടുകൊണ്ട് പുറമേ നമ്മൾ ഇത്രയും കാലം സങ്കല്പിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാന്റെ ഭഗങ്ങളെ വേണമെങ്കിൽ തനിക്കും അനുവർത്തിക്കാം. തനിക്കും തന്റെ ഉള്ളിൽ ഇതിനെയെല്ലാം സാധനാക്രമങ്ങളോടുകൂടി പരിശീലിക്കാം. അപ്പൊ സിദ്ധാന്തം അറിഞ്ഞ് ഉപായങ്ങളോടെ നമ്മൾ പരിശീലിച്ചാൽ നമുക്ക് ഭഗവത് അനുഭവം വരും. ഒരു സംശയവും വേണ്ട. ഇതിനെയാണ് ഈ അധ്യായത്തിൽ പറയാൻ ശ്രമിച്ചത്. ഇനി ബാക്കിയെല്ലാം അടുത്ത അധ്യായത്തിൽ. എന്തായാലും പ്രാർത്ഥന വേണ്ടെന്ന് വെക്കരുത്. പ്രാർത്ഥന വേണ്ടെന്ന് വെക്കേണ്ടതില്ല എന്ന് ഗുരു പറയുന്നതിന് 155-ാമത്തെ പേജില് വായിക്കണം. ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. കാരണം നിന്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാനുള്ള മനസ്സും ധൈര്യവും തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അത് ആർജിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിൽ യാതൊരു വിരുദ്ധ സങ്കല്പങ്ങളും ഉണ്ടാകുന്നില്ല. നടക്കുന്നതിനെയൊക്കെ കുറിച്ച് നടക്കുമ്പോഴെല്ലാം ഉള്ളിൽ പറയണു ഒക്കെ ഭഗവാന്റെ ഇച്ഛ എന്ന് അനുഭവിക്കുന്നത് വരെ പ്രാർത്ഥിക്കാം. അനുഭവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഒരാൾ അവിടെ ഉണ്ടാവില്ല. ഈശ്വരനും താനും ഒന്ന് തന്നെ എന്ന അനുഭവത്തിൽ ആരോട് പ്രാർത്ഥിക്കാൻ. അതിനു മുമ്പ് വരെ ദൈവമേ സകലർക്കും സുഖവും ശാന്തിയും സമാധാനം കൈവരുത്തണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരം ചെയ്യാം. പക്ഷെ എല്ലാം അറിഞ്ഞ് ഈശ്വരനും ഭഗവാനും ഞാനും ഒന്നായി തീരുന്ന അനുഭവത്തിൽ എല്ലാം അവിടെ അടങ്ങിപ്പോവും. പിന്നെ മൗനം മാത്രം. അതും ഇപ്പൊ 29-ാമത്തെ അധ്യായമായുള്ളൂ. ബാക്കിയുള്ള അങ്ങോട്ടങ്ങോട്ട് പോകുന്തോറും ആ പരോക്ഷ അനുഭൂതി, അദ്വൈത അനുഭൂതി അനുഭവിക്കുന്നതിന് പറഞ്ഞു തന്നെയാണ് ഗുരു മുനി നാരായണ പ്രസാദ് സ്വാമി ഇതിവിടെ അവസാനിപ്പിക്കുന്നത്.